നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരായ പരാതിയിൽ ജീവനക്കാരുടെ വാദം പൊളിയുന്നു. കേസിലെ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ബാങ്ക് ട്രാൻസാക്ഷൻ അടക്കമുള്ള രേഖകളാണ് പോലീസിന് ലഭിച്ചത്. കേസിൽ 2 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് മ്യൂസിയം പോലീസ് ജനം ടിവിയോട് പറഞ്ഞു. ജനം ബ്രേക്കിംഗ്. നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ നിന്നും ജീവനക്കാർ 69 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന പരാതിയിലാണ് നിർണായക വിവരം പോലീസിന് ലഭിച്ചത്. ജീവനക്കാരായ വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവരുടെ ബാങ്ക് വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു. കഴിഞ്ഞ 1 വർഷമായി ജീവനക്കാർ നടത്തിയ ട്രാൻസാക്ഷൻ പോലീസ് ശേഖരിച്ചു. ഇതിൽ ക്രമക്കേട് നടന്നിട്ടുള്ളതായിട്ടാണ് വിവരം. കേസിലെ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരികൾ പണം തട്ടിയെടുത്തു എന്ന നിഗമനത്തിലാണ് പോലീസ്. 3 പേരുടെയും അക്കൗണ്ട് പരിശോധിച്ചതിൽ 3 പണം പരസ്പരം കൈമാറിയെന്ന വിവരവും പോലീസിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവതികളെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യും. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കം നിരത്തിക്കൊണ്ടാകും ചോദ്യം ചെയ്യൽ. നിലവിൽ മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ കേസിൽ വ്യക്തതയുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. നേരത്തെ ദിയ കൃഷ്ണയും കൃഷ്ണകുമാറും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഉപഭോക്താക്കൾ സ്ഥാപനത്തിന്റെ QR കോഡിന് പകരം സ്വന്തം അക്കൗണ്ടിൽ നിന്നും 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി. ഇതിനു പിന്നാലെ കൃഷ്ണകുമാറിനെതിരെ മറ്റൊരു പരാതി ജീവനക്കാരികളും പോലീസിന് നൽകി. കൃഷ്ണകുമാർ തങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്നാരോപിച്ചായിരുന്നു കേസ്. ഈ 2 കേസിലും അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടികളുടെ അവകാശവാദം തെറ്റാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തുന്നത്. ജനം, തിരുവനന്തപുരം.